ഒരു കഥ പറഞ്ഞിരുന്നേ. അന്റാർട്ടിക് ഓഷന്റെ നടുവിൽ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള 200ഓളം പാസഞ്ചേഴ്സിനെ വഹിച്ചുകൊണ്ട് ഒരു കൂറ്റൻ എക്സ്പെഡിഷൻ ക്രൂസ് ഷിപ്പ് പോകും. പെട്ടെന്ന് അതിനുള്ളിൽ വളരെ ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ്, ഒരു വൈറൽ ഇൻഫെക്ഷ്യസ് ഡിസീസിന്റെ ഔട്ട്ബ്രേക്ക് ഉണ്ടാവും. കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു, മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പല രാജ്യങ്ങളും ഈ കപ്പലിന് ഡോക്കിംഗ് ഫെസിലിറ്റീസ് നിഷേധിക്കുന്നു. പ്രശ്നങ്ങൾ കൂടുതൽ വഷളായി വരുന്നു. അതിലുള്ള ആളുകൾ പാനിക് ആവുന്നു. അവസാനം WHO ഇടപെടുന്നു. അതിലുള്ള പാസഞ്ചേഴ്സിനെ അവരവരുടെ ഹോം കൺട്രീസിലേക്ക് ക്വാറന്റൈൻ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്യുന്നു. പല രാജ്യങ്ങളിലും ഈ ഡെഡ്ലി വൈറസിന്റെ ആക്റ്റീവ് കേസുകൾ ഒരേ സമയത്ത് ആക്റ്റീവ് ആവുന്നു. ലോകമെമ്പാടും ഇത് കോവിഡ് പോലെ അടുത്തൊരു പാൻഡമിക്കായി മാറുമോ എന്നുള്ള ഭീതി പരന്നുകൊണ്ടിരിക്കുന്നു. ഒരു സിനിമാ കഥ പോലെ തോന്നിയില്ലേ? എങ്കിലും ഒരു സിനിമാ കഥയല്ല, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. MV ഹോണ്ടിയസ് എന്ന എക്സ്പെഡിഷൻ ഷിപ്പിലാണ് വളരെ ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള ഹാൻഡ വൈറസിന്റെ ഔട്ട്ബ്രേക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2 ഇന്ത്യക്കാർ ഉൾപ്പെടെ 150ഓളം പാസഞ്ചേഴ്സും 30 ക്രൂ മെമ്പേഴ്സുമാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. നിലവിൽ 45ഓളം ആക്റ്റീവ് കേസുകളും 3 ഡെത്തുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് വന്ന അപ്ഡേറ്റുകൾ പ്രകാരം കപ്പൽ സ്പെയിനിൽ ഡോക്ക് ചെയ്യുകയും WHO നേതൃത്വത്തിൽ ഈ വരുന്ന 150ഓളം പാസഞ്ചേഴ്സിനെയും ക്രൂ മെമ്പേഴ്സിനെയും അവരവരുടെ ഹോം കൺട്രീസിലേക്ക് ക്വാറന്റൈൻ ഫെസിലിറ്റീസിനായിട്ട് സെൻഡ് ചെയ്തിട്ടാണ് ഉള്ളത്. സോ എന്താണ് ഈ ഹാൻഡ വൈറസ്? എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്? എത്രത്തോളമാണ് ഇതിന്റെ ഫേറ്റാലിറ്റി റേറ്റ്? കോവിഡ് പോലെ മറ്റൊരു പാൻഡമിക് ആയിട്ട് ഇത് മാറും? വാങ്ങാം. സോ ബേസിക്കലി ഹാൻഡ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡൻസ് വഴി, എസ്പെഷ്യലി എലികൾ വഴി സ്പ്രെഡ് ആവുന്ന ഒരു വൈറൽ ഡിസീസ് ആണ്. എലികളിലെ യൂറിൻ, സലൈവ, ഡ്രോപ്പിംഗ്സ് വഴിയൊക്കെ ഡയറക്റ്റ്ലി എയറിലൂടെ നമ്മൾ ഇൻഹേൽ ആകുമ്പോഴും അതേപോലെ തന്നെ കണ്ടാമിനേറ്റഡ് ഫുഡ് വഴിയാണ് സ്പ്രെഡ് ആവുന്നത്. മാത്രമല്ല സൗത്ത് അമേരിക്കയിൽ കണ്ടുപിടിച്ചിട്ടുള്ള ആൻഡസ്ട്രെയിൻ എന്ന് പറഞ്ഞ വേരിയന്റ് ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷനും പോസിബിൾ ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സാധാരണ വൈറൽ ഫീവർ പോലെ തന്നെ പനി, തലവേദന, ബോഡി പെയിൻ, ക്ഷീണം, ഇതൊക്കെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലെ സിംറ്റംസ്. പിന്നീട് ലങ്സിനെ ബാധിക്കുകയും കിഡ്നിയെ ബാധിക്കുകയും മൾട്ടിപ്പിൾ ഓർഗൻസിനെ ബാധിക്കുകയും ഗ്രാജുവലി ഡെത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. 30 to 40% ആണ് ഇതിന്റെ ഫേറ്റാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 6 to 8 വീക്സ് ആണ്. അതായത് 42 ദിവസം കഴിയുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് സിംറ്റംസ് അപ്പിയർ ചെയ്യുന്നത്. അതിന് മുമ്പേ തന്നെ നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടാവും. ഈ കപ്പലിൽ ഞാൻ മുമ്പേ പറഞ്ഞ ആൻഡസ്ട്രെയിൻ വേരിയന്റ് ഔട്ട്ബ്രേക്ക് ആണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ പോസിബിൾ ആയതുകൊണ്ട് തന്നെ WHO വളരെയധികം ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ഇത്രയധികം ഫേറ്റാലിറ്റി റേറ്റ് ഉണ്ടെങ്കിൽ പോലും കോവിഡ് വൈറസിന്റെ അത്ര സ്പ്രെഡിംഗ് റേറ്റ് ഇല്ലാത്തൊരു വൈറസാണ് ഈ ഹാൻഡ വൈറസ്. മാത്രമല്ല മുൻപ് 1990കളിൽ അർജന്റീനയിലും പനാമയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള സ്പ്രെഡ് വളരെ സക്സസ്ഫുൾ ആയിട്ട് WHO കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുമുണ്ട്. പക്ഷേ നിലവിൽ ഇന്ത്യയിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മുടെ രാജ്യത്ത് എത്ര മോശമായിട്ടാണ് പെസ്റ്റ് കൺട്രോളും റോഡൻ കൺട്രോളും പോകുന്നത് നമുക്കറിയാം. നമ്മൾ എവിടെ നോക്കിയാലും ഏത് തെരുവിൽ നോക്കിയാലും നിറയെ എലികളാണ്. സോ ഇതുപോലൊരു ഡിസീസ്, എസ്പെഷ്യലി എലികൾ വഴി പകരുന്ന ഒരു ഡിസീസ് നമ്മുടെ രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ എത്ര വേഗം പടർന്നു പിടിക്കുമെന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ. സോ അതുപോലത്തെ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാതിരിക്കട്ടെ, എവിടെയും ഉണ്ടാകാതിരിക്കട്ടെ. സോ ആസ് വി ഓൾവേസ് സേ, ഭയം വേണ്ട, ജാഗ്രത മതി. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ക്യൂരിയസ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.